നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. LDF സ്ഥാനാർത്ഥി M. സ്വരാജ്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവർ എന്നിവർ ഇന്ന് പത്രിക നൽകും. PV അൻവർ കൂടി മത്സരരംഗത്തേക്ക് എത്തിയതോടെ സമീപകാലത്ത് രാഷ്ട്രീയ കേരളം കണ്ട വലിയ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. UDFന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. വിപിൻ C. വിജയനാണ് നിലമ്പൂരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിപിൻ, ഗുഡ് മോർണിംഗ്. വിപിനെ സംബന്ധിച്ചും ഒപ്പം നമ്മുടെ മറ്റ് റിപ്പോർട്ടേഴ്സിനെ സംബന്ധിച്ചും ഇനി അങ്ങോട്ട് വളരെ തിരക്കുള്ള നാളുകളാണ്. ഫുൾ വോൾട്ടേജിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാനിരിക്കുകയാണ്. ഇന്നിപ്പോൾ മറ്റ് സ്ഥാനാർത്ഥികൾ കൂടി പത്രികാ സമർപ്പണത്തിന് ഒരുങ്ങുന്നു. ഏതൊക്കെ സ്ഥാനാർത്ഥികൾ എപ്പോഴാണ് പത്രിക സമർപ്പിക്കുക? ഇവരും ഈ പറഞ്ഞതുപോലെ റോഡ് ഷോയൊക്കെയായി പ്രകടനം നടത്തി തന്നെ ആയിരിക്കുമല്ലോ ഈ പത്രികാ സമർപ്പണത്തിനായി എത്തുക. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അതെ, ഗുഡ് മോർണിംഗ് പ്രവിത, ഉന്മേഷ്. പറഞ്ഞതുപോലെ തന്നെ നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചിത്രം കുറച്ചുകൂടി വ്യക്തമായിരിക്കുന്നു. ഇപ്പോൾ PV അൻവർ മത്സരിക്കുമോ എന്നുള്ളതൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു രാഷ്ട്രീയ ആകാംക്ഷ. അത് അവസാനിച്ചിരിക്കുന്നു. PV അൻവർ കൂടി തിരഞ്ഞെടുപ്പ് ഗോതയിലേക്കുണ്ട്. അപ്പോൾ ഇന്നാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. ഇന്ന് 10:30 PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഒപ്പം തന്നെ LDFന്റെ സ്ഥാനാർത്ഥി M. സ്വരാജും അതേ സമയത്ത് തന്നെയാണ് ചന്തക്കുന്നിലെ താലൂക്ക് ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഉച്ചയ്ക്ക് മുൻപ് തന്നെ BJPയുടെ സ്ഥാനാർത്ഥി മോഹൻ ജോർജും നാമനിർദ്ദേശ പത്രിക എത്തും. അങ്ങനെ പ്രധാനപ്പെട്ട മുന്നണികളുടെയും അതുപോലെ തന്നെ നേതാക്കളും ഒക്കെ ഇന്നാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നതും ഒപ്പം തന്നെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യുന്നത്. ഒപ്പം ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയിലേക്ക്, ഒരു ചതുഷ്കോണ മത്സരത്തിലേക്ക് നിലമ്പൂർ ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു തിരഞ്ഞെടുപ്പ് കുറച്ചൊരു തണുപ്പം മട്ടിലായിരുന്നു പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സ്ഥിതി മാറിയിരിക്കുന്നു. എല്ലാവരും തന്നെ സജീവമായി ഇറങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട റോഡ് ഷോകളിലേക്ക് ഉള്ള ഒരു ജനപങ്കാളിത്തം അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇന്നും റോഡ് ഷോ ആയിട്ടാണ് ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ഒരു സമയത്ത് അതൊരു ശക്തി പ്രകടനമാക്കി മാറ്റാൻ എല്ലാ മുന്നണികളും ഒരുപോലെ തന്നെ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം ഇന്നിപ്പോൾ PV അൻവറിനൊപ്പം എത്ര ആളുകളുണ്ട് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ കാണിക്കുന്നതിനുള്ളൊരു അവസരം കൂടിയായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി പ്രവർത്തകരോട് ചന്തക്കുന്നിൽ കേന്ദ്രീകരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇനി എത്തുമോ എന്നുള്ളത് കൂടി ഈ ഒരു സമയത്ത് ഒരു ചോദ്യമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിലമ്പൂർ ഇളകി മറിയുമെന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. BJPയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥാനാർത്ഥിയായിരുന്നു. BJPയെ സംബന്ധിച്ച് വോട്ട് ശതമാനം കുറവായതുകൊണ്ട് തന്നെ മത്സരിക്കണോ എന്നൊക്കെയുള്ള പലവിധത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ അവസാനം അവരൊരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നു, മോഹൻ ജോർജ്. അപ്പോൾ ഒരു മലയോര ജനതയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണ് മോഹൻ ജോർജിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. UDFന്റെ ഭാഗമായിട്ടുള്ള കേരള കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണം UDFന്റെ ഒരാളാണ് BJP സ്ഥാനാർത്ഥി എന്നുള്ളത് ഇതിനോടകം തന്നെ LDF ക്യാമ്പ് ഉന്നയിച്ചു കഴിഞ്ഞു. CPMനെ UDFനെ സംബന്ധിച്ചും ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ PV അൻവറിനെ ചുറ്റിയായിരുന്നു ചർച്ചകൾ മുഴുവൻ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് അതിൽ നിന്ന് മാറി വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോരുകളിലേക്ക് കടക്കും. PV അൻവറിനെ സംബന്ധിച്ച് ഇനി LDFനെയും UDFനെയും ഒരുപോലെ തന്നെ കടന്നാക്രമിച്ചുകൊണ്ട് അവരുടെ വോട്ട് ബാങ്കിൽ നിന്ന് വോട്ടുകൾ നേടുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇനി ഒട്ടും കുറവില്ലാത്ത വാക്പോരുകൾ തന്നെയായിരിക്കും നിലമ്പൂർ സാക്ഷ്യം വഹിക്കുക. ഉന്മേഷ്, പ്രവിത. വിപിൻ, ഇന്നാണല്ലോ UDFന്റെ കൺവെൻഷൻ നടക്കുന്നത്. ഇന്നലെ LDF കൺവെൻഷന് മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഏത് പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടതെന്ന് മുഖ്യമന്ത്രി പഴയ ചരിത്രമൊക്കെ ചൂണ്ടിക്കാണിച്ച് വിശദീകരിക്കുക കൂടി ഉണ്ടായല്ലോ. സ്വാഭാവികമായും UDF കൺവെൻഷൻ നടക്കുമ്പോൾ അതിനൊക്കെ ഇന്ന് മറുപടിയും പ്രതീക്ഷിക്കാമല്ലോ വിപിൻ. അതെ, UDFന്റെ കൺവെൻഷൻ ഇന്നാണ് നടക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മുതൽ, തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായപ്പോൾ മുതൽ തന്നെ മണ്ഡലത്തിൽ സജീവമായിട്ടുള്ള മുന്നണിയായിരുന്നു UDF. അന്ന് തന്നെ കൺവെൻഷൻ ആരംഭിക്കുകയും സ്ഥാനാർത്ഥിയുടെ പേരില്ലാതെ തന്നെ ചുമരെഴുത്തുകൾ ഉൾപ്പെടെയുള്ളവ നടത്തുകയൊക്കെ ചെയ്ത് ആദ്യഘട്ടത്തിൽ സജീവമായിരുന്നു. ഈ ഒരു ഒരാഴ്ചയായിട്ടാണ് ഇപ്പോൾ അത് അൻവറിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ചർച്ചകളിലേക്കൊക്കെ പിന്നീട് വഴിമാറിപ്പോയത്. അപ്പോൾ ഇന്നത്തെ ഒരു കൺവെൻഷൻ അതൊരു ശക്തി പ്രകടനമാക്കി മാറ്റുക, ഒപ്പം തന്നെ പരമാവധി നേതാക്കൾ ഒരൊറ്റക്കെട്ടാണെന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി നേതാക്കൾ അരിയർ ഷൗക്കത്തിന് വോട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കൺവെൻഷനിൽ പങ്കെടുക്കും. ഇന്നലത്തെ LDFന്റെ കൺവെൻഷനിൽ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ എത്തി M. സ്വരാജിന് വേണ്ടി വോട്ട് ചോദിച്ചിരുന്നു. അതിൻ്റെ ഒരു ആവേശം LDF ക്യാമ്പിലുണ്ട്. അവർക്ക് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്നുണ്ടായപ്പോൾ തന്നെ ആ LDF ക്യാമ്പിൽ ആകെ ഒരു ഉണർവുണ്ടായിരുന്നു. അത് ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനൊരാക്കം കൂട്ടിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വരവ്. എടുത്തു പറയേണ്ടത് അൻവറിനെ ആരും തന്നെ പരാമർശിക്കുകയോ അല്ലെങ്കിൽ അതൊരു അവഗണിക്കുക എന്നുള്ളൊരു മൂഡിലേക്ക് രണ്ട് മുന്നണി
മുന്നണികളും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലും ഒരു വഞ്ചനയുടെ കാരണമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറമായി അതിലേക്ക് കൂടുതൽ അദ്ദേഹം കടന്നിട്ടില്ല, അല്ലെങ്കിൽ അൻവറിന്റെ പേരെടുത്തുകൊണ്ടുള്ള ഒരു വിമർശനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇന്ന് ഇപ്പോൾ UDFന്റെ ക്യാമ്പിൽ നിന്നും അത്തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. അതിലേക്ക് കൂടുതൽ ഫോക്കസ് ആയി കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വഴിമാറിപ്പോകും എന്നുള്ളതാണ് കൂടുതലായും ഇപ്പോൾ പറയുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി 5-ാം തീയതിയാണ്. അപ്പോൾ അതിനുള്ളിൽ ആരെങ്കിലും ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ എന്നുള്ളത് കൂടി വലിയ ഉറ്റുനോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആദ്യം വ്യാപാരി വ്യവസായി ഏകോപന സമിതി മത്സരിക്കുമെന്നുള്ളതുണ്ടായിരുന്നു. അവർ സ്ഥാനാർത്ഥിയെ വരെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. അങ്ങനെ എല്ലാ മുന്നണികളും സജീവമായിരിക്കുന്നു ഉന്മേഷ് നിലമ്പൂരിൽ. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.